ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഗണിത ക്ലാസ് കണ്ടല്ലോ. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും നമ്മളെ ബാബുവിൻ്റെ ഒരു സൈക്കിളിൻ്റെ വിലയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. എല്ലാവരും ആ ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവനൊരു പുത്തൻ സൈക്കിളൊക്കെ വാങ്ങി. ആ സൈക്കിളിൻ്റെ വില നമ്മൾ കണ്ടു. അവൻ സൈക്കിൾ വാങ്ങിയ ശേഷം അതിൻ്റെ ഒരു ബെല്ലും സീറ്റ് കവറൊക്കെ കൂടെ വീണ്ടും എക്സ്ട്രാ വാങ്ങിയപ്പോൾ ആകെ എത്ര രൂപയായിരുന്നാണ് കണ്ടത്? ആകെ 4265 രൂപ നമ്മൾ കണ്ടു അല്ലേ. എല്ലാം കൂടി ചേർത്ത് അവനൊരു സൈക്കിൾ വാങ്ങാൻ മൊത്തത്തിൽ ചിലവ് 4265 രൂപ. രൂപയാണ് അവൻ സൈക്കിളിന് ബാബു ആകെ കൊടുക്കേണ്ടി വന്നത്. ശരി, ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ സംഖ്യയെ 4265 എന്ന സംഖ്യയെ നമുക്ക് ഏതൊക്കെ രീതിയിൽ പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നം. അതായത് സംഖ്യയെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം. സംഖ്യാ വ്യാഖ്യാനം. അതായത് ഈ സംഖ്യ, ഏത് സംഖ്യ? 4265 എന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഏതൊക്കെ സംഖ്യകളുടെ കൂട്ടങ്ങൾ ചേരുമ്പോഴാണ് 4265 ആകുന്നത് എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ സംഖ്യയെ വ്യാഖ്യാനിക്കാൻ കഴിയും. അതിൻ്റെ ആ രീതികളാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. സംഖ്യാവ്യാഖ്യാനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് മുതിർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ ഇത് ഉപകാരം ചെയ്യും. സംഖ്യകളെ കൂടുതൽ അടുത്തറിയാനും ഇടപഴകാനും ഒക്കെ നമുക്ക് സംഖ്യാവ്യാഖ്യാനങ്ങളെ കൊണ്ട് കഴിയും. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, സംഖ്യ എങ്ങനെ ഈ 4265 എന്ന സംഖ്യയെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാമെന്ന്. ഓക്കെ, എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ 4265 നമ്മൾ സ്ഥാനവിലകളൊക്കെ സാറ് മുൻപത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടല്ലോ ഇല്ലേ? സ്ഥാനവില, നമ്മളൊരു സംഖ്യ കിട്ടിയാൽ അതിൻ്റെ സ്ഥാനവില പറയുമ്പോൾ നമ്മൾ ആദ്യം എവിടെ നിന്നാണ് എണ്ണുക? സ്ഥാനവില ആദ്യം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? വലതുഭാഗത്ത് നിന്നാണ് അല്ലേ. ഇത് ആദ്യത്തെ സ്ഥാനവില ഏതാണ്? ഒന്നുകൾ. 10, 100, 1000. 1, 10, 100, 1000 ഇങ്ങനെയുള്ള സ്ഥാനവില എണ്ണാം. അപ്പോഴാണ് നമ്മൾ എത്ര ആയിരങ്ങൾ? 4000 അല്ലേ. അപ്പോൾ 4000, 2 നൂറുകളാണ്, അപ്പോൾ 200, 6 പത്തുകളാണ്, അപ്പോൾ 60, 5 ഒന്നുകൾ 5, അപ്പോൾ 4265. അങ്ങനെയാണ് ആ സംഖ്യ വായിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഖ്യയെ നമുക്ക് സ്ഥാനവില എണ്ണി വായിക്കാനോ അത് അക്ഷരത്തിൽ എഴുതാനോ ഒക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. ഇനി ഇത് നമുക്ക് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഈ സംഖ്യയിൽ 4265 എന്ന സംഖ്യ എത്ര ആയിരങ്ങളും എത്ര നൂറുകളും ചേർന്നതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എത്ര ആയിരങ്ങൾ എത്ര നൂറുകൾ? നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ ഒരു മിനിറ്റ് അതവിടെ നിൽക്കട്ടെ, ആ പ്രശ്നം അവിടെ നിൽക്കട്ടെ. അതിന് മുൻപായിട്ട് നമ്മൾ 4265 എന്ന് പറഞ്ഞാൽ എത്ര ഒന്നുകളും എത്ര പത്തുകളും ചേർന്നതാണ് അത് നോക്കാം നമുക്ക്. എത്ര ഒന്നുകളും എത്ര പത്തുകളും ചേർന്നതാണ് 4265 എന്ന സംഖ്യ ആകുന്നത്? ആദ്യം നമ്മളത് പരിശോധിക്കാം, എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പ്രശ്നത്തിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ അതൊരു എളുപ്പ വഴിയുണ്ട്. ചോദ്യം ഒന്നുകൂടി ഞാൻ പറയാം. 4265 എത്ര ഒന്ന് എത്ര പത്തുകൾ? ഇവിടെ ചോദ്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. സ്ഥാനവിലയും സംഖ്യാവ്യാഖ്യാനവും ഒക്കെ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. കാരണം ഇത് പല രീതികളിൽ ചോദിക്കാം. അപ്പോൾ എന്താണ് ചോദ്യമെന്ന് ശ്രദ്ധിച്ച് വിലയിരുത്തിയ ശേഷമേ ഉത്തരത്തിലേക്ക് കടക്കാവൂ. ഇവിടെ ചോദ്യം എന്താ? സംഖ്യ തന്നിട്ടുണ്ട് 4265. ഈ സംഖ്യ ആകാൻ, അല്ലെങ്കിൽ 4265 എന്ന് പറയുന്ന ഈ സംഖ്യയിൽ എത്ര ഒന്നുകളും എത്ര പത്തുകളും ചേർന്നതാണ് എന്നാണ് ചോദ്യം. ഇവിടെ കുട്ടികൾ കൺഫ്യൂഷൻ ആകുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ തന്നെ സൂചിപ്പിക്കട്ടെ. പല കുട്ടികളും ചിലപ്പോൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ?
എത്ര ഒന്നുകളുണ്ട് എത്ര പത്തുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്ഥാനവിലൊക്കെ എണ്ണ അറിയുന്ന കുട്ടിയായിരിക്കും. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? എത്ര ഒന്നുകളുണ്ട് ചോദിക്കുമ്പോൾ ഒന്നുകൾ ഇവിടെ നാളെ എണ്ണ അല്ലേ. അപ്പോൾ ഒന്ന് എത്ര ഒന്ന് 5 1. അപ്പോൾ 5 ഒന്നുകളും കുട്ടി ഉത്തരം എഴുതി വെക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. 5 ഒന്നുകളും എത്ര 10 എന്നാണ്. അപ്പോൾ 1 10 എത്ര പത്തുകളാണ്? 6 10 എന്ന് എഴുതും. ഇവിടെ ഒരു പ്രശ്നം, 4265 എന്ന സംഖ്യയിൽ 1 എന്ന ഒന്നുകളുടെ സ്ഥാനത്തുള്ള സംഖ്യ ഏത് എന്നല്ല ചോദിച്ചത്. ചോദ്യം മനസ്സിലായോ? 4265 എത്ര ഒന്നുകൾ എന്ന് ചോദിക്കാതെ കുട്ടികൾ ആ ചോദ്യം ചോദിച്ചാൽ അവിടെ കൺഫ്യൂഷൻ ആവുന്നത്, ഇതിൽ 1ൻ്റെ സ്ഥാനത്തുള്ള അക്കമേത് എന്ന് ചിന്തിക്കും, എന്നിട്ട് 5 എന്ന് മാത്രം പറയും. എത്ര പത്തുകൾ? 6 പത്തുകൾ. ഇവിടെ ചോദ്യം അങ്ങനെയാണല്ലോ, ഈ സംഖ്യയിൽ എത്ര ഒന്നുകൾ എത്ര പത്തുകളും ചേർന്നതാണ് എന്നാ ചോദ്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ എഴുതി വെക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം? 5 ഒന്നുകളും 6 പത്തുകളും ചേർന്നാൽ എത്രയാവും? 5 ഒന്നുകൾ 5 തന്നെ അല്ലേ. ഒന്നുകൾ ഇവിടെയാണ്, 10 100 ഇങ്ങോട്ടേക്കാണ് പോകാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 6 പത്തുകൾ ചേർന്നാൽ എത്രയാവും? 6 പത്തുകൾ ചേർന്നാൽ 60 ആവും അല്ലേ. 1 10 2 10 3 10 4 10 5 10 6 10 6 പത്തുകൾ 60. അപ്പോൾ 6 10 60 അപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് 6 ഇട്ട്. അപ്പോൾ 5 ഒന്നുകളും 6 പത്തുകളും ചേർന്നാൽ എത്രയാണ് സംഖ്യ ആവുക? 65 ആവുകയുള്ളൂ. നമ്മളോട് ചോദിച്ചത് എന്താ? ഈ സംഖ്യ ആവാൻ എത്ര ഒന്നുകളും എത്ര പത്തുകളും ചേരണം എന്നാണ്. കണ്ടല്ലോ. അപ്പോൾ ചോദ്യത്തിൻ്റെ ആ വ്യാപ്തി മനസ്സിലാക്കാതെ, ശരിയായ ഉദ്ദേശം മനസ്സിലാക്കാതെ ഉത്തരത്തിലേക്ക് ചാടിക്കയറരുത്. ഈ ഗണിതത്തെ സംബന്ധിച്ചിട്ട് സ്ഥാനവിലയ സംഖ്യാവ്യാഖ്യാനമൊക്കെ പലപ്പോഴും വളരെ ഈസിയാണ്, എന്നാൽ ഒന്ന് ശ്രദ്ധ പിഴച്ചാൽ ഉത്തരം തെറ്റാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ തന്നിട്ട് ഈ സംഖ്യ ആവാൻ എത്ര ഒന്നുകൾ എത്ര പത്തുകളും ചേരണം എന്നാണ് ചോദ്യം. അപ്പോൾ പകരം നമ്മൾ എന്ത് ചിന്തിക്കും? പലപ്പോഴും ഇതിലെത്ര ഒന്നുകളുണ്ട് എത്ര പത്തുകളുണ്ടെന്ന് മാത്രം ചിന്തിച്ചിട്ട് ഇതേപോലെ 1ൻ്റെ സ്ഥാനത്ത് 5 ആണ്, അപ്പോൾ 5 ഒന്നുകൾ ചേർന്നതാണ് 6 പത്തുകൾ ചേർന്നതാണ് എന്ന് എഴുതി കഴിയുമ്പോൾ ഇത് രണ്ടും ചേർന്നാൽ ഈ സംഖ്യ ആവുന്നില്ല, ഇത് രണ്ടും കൂടി ചേർന്ന് 65 ആവുന്നുള്ളൂ. മനസ്സിലായില്ല? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ എത്ര ഒന്നുകൾ എത്ര പത്തുകളും ചേരുമ്പോഴാണ് ഈ സംഖ്യ ആകുന്നത് എന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലൊരു എളുപ്പ വഴി ഇത്രയേ ഉള്ളൂ. ഒരുപാട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ടൊരു ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ചോദ്യം എന്താ? എത്ര ഒന്നുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എത്ര ഒന്നുകൾ. കാരണം എത്ര ഒന്നുകൾ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ പ്രയാസമില്ല. അതിൻ്റെ കൂടെ എത്രയും കൂടി ഉണ്ട്? 10 കൂടി ചോദിക്കുന്നുണ്ട്. ഒന്നുകൾ മാത്രമാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ പറയാം. ഇവിടെ എത്ര ഒന്നുകളോ അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നുകൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യും. എത്ര ഒന്നുകളുണ്ട്? അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് ഏതാണ് സംഖ്യ? നമ്മൾ സ്ഥാനവില എണ്ണ, ഈ സംഖ്യ ഉണ്ട് ഇതേപോലെ എഴുതുക, അതിൻ്റെ സ്ഥാനവില എണ്ണ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 4265 ഇതാണുള്ള സംഖ്യ. ഈ സംഖ്യയിൽ ആദ്യം എത്ര ഒന്നുകൾ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ 1ൻ്റെ സ്ഥാനവില എണ്ണ 1 ഏതാണത്? 5. അപ്പോൾ 5 ഒന്നുകൾ അത് കണ്ടെത്തി. ഇതോടെ അവസാനിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നുകൾ മാത്രം ഇതേപോലെ മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര, കാരണം 5 ഒന്നുകൾ മാത്രമായാൽ 4565 ആവില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ. അപ്പോൾ 5 ഒന്നുകളുണ്ട്. ഇനി എന്താ അടുത്ത് അതിൻ്റെ കൂടെ ചോദിച്ചത്? എത്ര പത്തുകൾ. അപ്പോൾ ഈ 5 ഒന്നുകളും ഇനി ഇതിനോട് എത്ര പത്തുകൾ കൂടി ചേരുമ്പോഴാണ് ഈ സംഖ്യ ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോഴാണ് ആ സംഖ്യ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ 5 ഒന്നുകൾ കണ്ടെത്തി. ഇനി എത്ര പത്തുകൾ എന്നാണ്. അപ്പോൾ നമ്മൾ ബാക്കി എന്ത് ചെയ്യണം? വീണ്ടും ആദ്യം മുതൽ സ്ഥാനവില എണ്ണ. ഇവിടെ നാളെ സംഖ്യ ആകുമ്പോൾ 1 10 എത്ര പത്തുകൾ എന്നല്ലേ. അപ്പോൾ നമ്മൾ എത്രയാണോ ചോദിക്കുന്നത് അവിടെ എത്തുമ്പോൾ നിർത്തുക. അപ്പോൾ 1 10 ഇവിടെയാണ് 10 അല്ലേ. എത്ര പത്തുകൾ എന്നാണ്. ഇനി വേറെ ഒന്നും അതിൽ ചോദിക്കുന്നില്ല, 10ഓട് കൂടി തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 10 ഇവിടെയാണ് തുടങ്ങുന്നത്. ഇവിടെ മുതൽ ബാക്കിയുള്ള അത്രയും അക്കങ്ങൾ എടുക്കുക. കാരണം വേറെ ഒന്നും ഇനി ചോദിക്കാത്തത് കൊണ്ട് പത്തുകൾ ഒന്നവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി പത്തുകൾ അടുത്തത് ചോദിക്കുന്നത് പിന്നെ ഒന്നും ചോദിക്കുന്നില്ല, അതോടുകൂടി അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഈ സംഖ്യ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ എത്ര പത്തുകൾ? അപ്പോൾ 1 10 എവിടെയാണോ അവിടെ എത്തുമ്പോൾ അവിടെ മുതൽ മുന്നോട്ടേക്ക് ബാക്കിയുള്ള അവസാനത്തെ സ്ഥാനവില വരെ നമ്മൾ പരിഗണിക്കുക. അപ്പോൾ ഇത്ര അക്കം കിട്ടും. ഇതെങ്ങനെയാണ് നമ്മൾ സാധാരണ വായിക്കുക? ഈ അക്കം 426 അല്ലേ.
അതായത് 6 ഇവിടെ വലതു ഭാഗത്തുള്ള സംഖ്യ. അപ്പോൾ 1, 10, 100. അപ്പോൾ ഇത് 426 എന്ന് വായിക്കും. അപ്പോൾ ഇത്രയും 10കൾ കണ്ടോ? ഇനി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 426 10കൾ ചേർന്നാൽ എത്ര കിട്ടും? 426 10കൾ ചേർന്നാൽ എത്ര കിട്ടും? 4 10കൾ ചേർന്നാൽ എത്രയായിരിക്കും കിട്ടുക നമുക്ക്? 4 10കൾ ചേർന്നാൽ 40 ആണ് അല്ലേ? ഇവിടെ 1, 10, 100 ഉണ്ട്. 4 100കളുണ്ട്. അപ്പോൾ 4 100കൾ ചേർന്നാൽ എത്രയാണ്? 400 ആണ് അല്ലേ? അപ്പം 400ഉം പിന്നെ എത്രയാണ്? 26ഉം കൂടി ഉണ്ട്. അപ്പോൾ 426 ഇവിടെ കിടക്കുന്നുണ്ട്. 426 10കളാണ് ഈ സംഭവം. അപ്പം 426 10കൾ ചേരുമ്പോൾ എത്രയാവും? 426 10കൾ സമം 10കൾ ചേർന്നാൽ എത്രയാകും? 4 10 ചേർന്നാൽ 40 ആണെങ്കിൽ 4 10കൾ ചേർന്നാൽ 40 ആണെങ്കിൽ 40 10കൾ ചേർന്നാൽ 400 ആകും അല്ലേ? അപ്പം 400 10കൾ ചേർന്നാൽ 4000 ആവും അല്ലേ? അപ്പം 426 10കൾ ചേർന്നാൽ 4260 10കളാവും. 4260 10കളാവും. അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നേരത്തെ കണ്ടുവച്ച എത്രയാണ്? ഒരു 5 ഒന്നുകൾ കൂടി ബാക്കി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 5 ഒന്നുകളും ഉണ്ട്. 426 10കൾ എന്ന് പറഞ്ഞാൽ 4260കളായി. ഇനി 5 ഒന്നുകൾ എന്ന് പറയുമ്പോൾ 5 ഒന്നുകൾ അതേപോലെ തന്നെ 5 തന്നെ വരും. 5 ഒന്നുകൾ ചേർന്നാൽ 5 തന്നെ വരും. 5 ഒന്നുകൾ ചേർന്നാൽ 1 1 2 1 3 1 4 1 5 ഒന്നുകൾ. 5 ഒന്നുകൾ ചേർന്നാൽ 5 തന്നെ. ഒന്നുകൾ എത്രയാണോ അത് അതേ സംഖ്യ തന്നെ വരുള്ളൂ. അപ്പോൾ 5 ഒന്നുകൾ 5 തന്നെ. അതാണ് ഇവിടെ നമ്മൾ എഴുതുക. 4260 426 10കൾ എന്ന് പറഞ്ഞാൽ 4260 ആയി അല്ലേ? അതിൻ്റെ കൂടെ 5 ഒന്നുകളാണ്. ഒന്നുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പഠിപ്പിച്ച ക്ലാസ്സിൽ പറഞ്ഞു, സംഖ്യകൾ ചുവടെ എഴുതുമ്പോൾ സ്ഥാനവില നോക്കണം. ഒരേ സ്ഥാനത്ത് വരുന്ന അക്കങ്ങൾ അതേ സ്ഥാനത്ത് മാത്രമേ എഴുതാവൂ. അന്ന് നമ്മൾ ഒരു ക്രിയ ചെയ്തപ്പോൾ തെറ്റിച്ചത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ടീച്ചർ പറഞ്ഞപ്പോൾ ആ കണക്ക് ഓർക്കുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ 4260 1ൻ്റെ സ്ഥാനം ഇവിടെയാണ് വരുന്നത് അല്ലേ? 0 ഒന്നുകളാണ്. അതിൻ്റെ അടിയിൽ തന്നെ ഇവിടെ 5 ഒന്നുകൾ എഴുതുക. 5 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ 5 തന്നെ. ഇനി നമ്മളിത് കൂട്ടി നോക്ക്. 0 5 5 6 10കൾ 2 100കൾ 4000 കണ്ടല്ലോ. അപ്പം 426 10കളും 5 ഒന്നുകളും ചേരുമ്പോൾ ഈ സംഖ്യ തന്നെ കിട്ടി, 4265. അപ്പോൾ ഇവിടെ ഈ ചോദ്യം ക്ലിയറായി. എത്ര ഒന്നുകളും എത്ര 10കളും ചേർന്നതാണ് 4265 എന്ന് ചോദിച്ചാൽ 5 ഒന്നുകളും 426 10കളും ചേരുമ്പോഴാണ് 4265 ആവുകയുള്ളൂ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ അവ കൂടുമ്പോൾ ഈ സംഖ്യ തന്നെ ഉത്തരം കിട്ടണം എന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു രീതിയിലുള്ള വ്യാഖ്യാനം. 4265 നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? ഇവിടെ 426 10കളും 5 ഒന്നുകളും ആ രീതിയിൽ വ്യാഖ്യാനിക്കാം. ക്ലിയർ ആയോ? 426 10കൾ 5 ഒന്നുകൾ. ഓക്കെ. 4265 എന്ന് പറഞ്ഞാൽ നമുക്കതിനെങ്ങനെ വ്യാഖ്യാനിക്കാം? 5 1 426 10. ഓക്കെ. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനി ഇത് നമുക്ക് വേറൊരു പ്രശ്നത്തിലേക്ക് കിടക്കാം. ഓക്കെ. 4265 എത്ര ഒന്നുകൾ എന്നാണ് ചോദ്യം. എത്ര ഒന്നുകളുണ്ട്? ഒന്നിൻ്റെ സ്ഥാനത്ത് സംഖ്യയല്ല ചോദിക്കുന്നത്, എത്ര ഒന്നുകൾ. എങ്ങനെ കണ്ടുപിടിക്കാം നോക്കുക. അപ്പോൾ 1 അല്ലേ? 4265 നോക്കുക നമ്മൾ. എത്ര ഒന്നുകൾ? അപ്പോൾ നമ്മളിവിടെ ഒന്നുകൾ സ്ഥാനവിലെണ്ണ 1 മാത്രമല്ല ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എത്ര ഒന്നുകൾ? അപ്പോൾ ഒന്നുകൾ എത്ര ഒന്നുകൾ ചേരുമ്പോൾ ഈ സംഖ്യ ആവും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 1 ഇവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ മുതൽ അങ്ങോട്ടുള്ള ഒക്കെ എടുക്കുക. എത്ര ഒന്നുകളുണ്ട്? 4265 ഒന്നുകൾ ചേരുമ്പോഴാണ് 4265 എന്ന സംഖ്യ ആകുന്നത്. മനസ്സിലായോ? അപ്പോൾ 4265 എത്ര ഒന്നുകളുണ്ട്? 4265 1. അപ്പോൾ ഒന്നുകൾ എന്ന് പറഞ്ഞാൽ അതേ പൂർണ്ണമായ സംഖ്യ തന്നെയായിരിക്കും. 4265 എത്ര ഒന്നുകളുണ്ടെന്ന് വെച്ചാൽ അത്രയും ഒന്നുകളുണ്ട്. അപ്പോഴാണുള്ള സംഖ്യ ആവുകയുള്ളൂ. ഓക്കെ.
ഓക്കെ, നമ്മൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇനി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അതിൻ്റെ കുറച്ചുകൂടി വിശദമായൊരു രൂപത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പ്രശ്നമാണിത്. ഇതെങ്ങനെ നമുക്ക് ഓരോ കോളങ്ങളും നമുക്കത് എങ്ങനെ പൂർത്തിയാക്കാം നോക്കാം. സാർ ഇപ്പോൾ പഠിപ്പിച്ചെന്ന അതേ സാധനം തന്നെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് അല്ലേ. 4265 എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കണ്ടു ഡാഷ് പത്തുകൾ. അപ്പോൾ എത്ര പത്തുകളാണ്? 1 10. 10ൻ്റെ അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ 426 പത്തുകൾ, ബാക്കിയുള്ളത് 5 ഒന്നുകളും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ സംഖ്യയെ വ്യാഖ്യാനിക്കാം. എങ്ങനെ? 426 പത്തുകളും 5 ഒന്നുകളും ഒരു വ്യാഖ്യാനം. മറ്റ് ഈ രീതിയിൽ വ്യാഖ്യാനിക്കാം. ഇവിടെ നമുക്ക് ഈസിയാണ്. ഓരോ സ്ഥാനം എത്രയാണെന്നാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാ സ്ഥാനങ്ങളും പറയുന്നുണ്ട്. 1 10 100 1000 പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പ്രയാസമൊന്നുമില്ല. ആദ്യം നമ്മൾ ഒന്നുകൾ പൂരിപ്പിക്കാം. എത്ര 1? ഇവിടെ തന്നെയാണ്. എത്ര ഒന്നുകൾ? 5 ഒന്നുകൾ. എത്ര പത്തുകൾ? 1 10. കാരണം ഇവിടെ 10 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ മുതൽ ഇങ്ങോട്ടേക്ക് എടുക്കാമെന്ന്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് എടുത്തത്? പക്ഷേ ഇവിടെ നമ്മളിത് മുഴുവൻ എടുക്കണ്ട. എന്താ കാരണം? അടുത്തത് 100, അടുത്തത് 1000 ഒക്കെ ഇവിടെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും നമ്മളതെല്ലാം സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സംഖ്യയാണ് കിട്ടേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാ സ്ഥാനം ചോദിക്കുമ്പോൾ ഓരോ സ്ഥാനത്തിൻ്റെ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എത്ര പത്തുകൾ? 6 പത്തുകൾ. 6 10 60 ആയല്ലോ. അടുത്തത് നൂറുകൾ. എത്ര നൂറുകളാണ്? 1 10 100. എത്ര നൂറാണ്? 2 100. അടുത്തത് 1000. എത്രയാണ്? 4000. അപ്പം 4000ങ്ങളും 2 100കളും 6 10കളും 5 ഒന്നുകളും ചേരുമ്പോൾ 4265 ആകും. ഉറപ്പല്ലേ? അതെങ്ങനെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെയാണ് 4000 ചേർന്നാൽ 4000. അപ്പോൾ 4000 കൂട്ടണം 200. അടുത്തത് 60 5. 4000 200 4200. 60 4260. 5 4265. അപ്പോൾ ഈ രീതിയിലും ഈ സംഖ്യയെ വ്യാഖ്യാനിക്കാം. ഓരോ സ്ഥാനവിലകൾ വെച്ചിട്ട് ഈ സംഖ്യയെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇനി മറ്റൊരു രീതി ഇവിടെ ചോദിക്കുന്ന നോക്കാം. ഇതൊന്ന് ശ്രദ്ധിക്കാം. ഡാഷ് 100 6 10 5 1 ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഡാഷ് 100കൾ 6 10കൾ 5 ഒന്നുകൾ അത് രണ്ടും തന്നിട്ടുണ്ട്. 5 ഒന്നുകൾ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് ഇവിടെയൊക്കെ. അപ്പോൾ 5 ഒന്നുകൾ ഓക്കെ, 6 10കൾ ഓക്കെ, 1 10 6 10കൾ ഓക്കെ. ഇത് 2 എണ്ണമായി. ഇനി ഒരു 100ൻ്റെ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, 1000 ചോദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇതിനോട് ഈ 100 കൂടി ചേരുമ്പോൾ ഈ സംഖ്യ മൊത്തം ആകണം. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ വഴി പരിശോധിക്കുക. കാരണം 10കളും 100കളും ഇവിടെ, ഒന്നുകളും 10കളും ഇവിടെ ഉണ്ട്. 5 ഒന്നുകളും 6 10കളും. ഇനി എത്ര 100കൾ മാത്രം ഇനി തീർക്കണം. അതുകൊണ്ട് ആ സംഖ്യ പൂർത്തിയാവണം. അപ്പോൾ നമ്മൾ എണ്ണ 1 10 100 ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഇനി വേറെ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ 100 ഇവിടെയാണ് കാണുന്നത്. ഇവിടെ മുതൽ ബാക്കിയുള്ളതൊക്കെ എടുക്കുക. അപ്പോൾ 2 100 അതിൻ്റെ അപ്പുറത്തേക്കുള്ള ബാക്കിയുള്ള സംഖ്യ കൂടി ഉൾപ്പെടുത്തുക. എത്ര 100കളായപ്പം? അപ്പം 42 100കളായി. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ 1000 കൂടി ചോദിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ 2 100കൾ 4000 എഴുതണമായിരുന്നു. പക്ഷേ ഇവിടെ 5 ഒന്നുകളും 6 10കളും പറഞ്ഞു. ബാക്കി ഇനി 100 മാത്രമേ ചോദിക്കുന്നുള്ളൂ, 1000 ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതുകൂടി ഉൾപ്പെടുത്തിയ സംഖ്യ ആക്കണം. അപ്പോൾ 1 10 എത്ര 100കൾ എന്നാണ്. അപ്പോൾ 100 എത്തിയാൽ 100 മുതൽ അങ്ങോട്ടേക്കുള്ള സംഖ്യ മൊത്തമായിട്ട് എടുക്കുക. അത്രയും 100കൾ. അപ്പോൾ 42 100. ക്ലിയർ ആയല്ലോ? അപ്പോൾ 42 100 വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 42 100കൾ എന്ന് പറഞ്ഞാൽ 4200 സാർ നേരത്തെ പറഞ്ഞു തന്നു അല്ലേ. പിന്നെ 6 10കൾ 60. അപ്പോൾ 4200 60ഉം 4260. പിന്നെ 5 ഒന്നുകൂടി ചേരുമ്പോൾ 4265. ഓക്കെ. ഇനി അപ്പോൾ ഈ രീതിയിലും വ്യാഖ്യാനിക്കാം. ഇനി മറ്റൊരു രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. യെസ്, ഇവിടെ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ്. 4000ങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 10കളും 1കളും എത്രയെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇവിടെ ഏതാണ് തരാത്ത സ്ഥാനം? 1കളുണ്ട് 10കളുണ്ട്. 100 തന്നിട്ടില്ല. പിന്നെ 1000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 100നെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. ഈ 3 എണ്ണം ചേരുമ്പോൾ ഈ സംഖ്യ ആകണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആശയക്കുഴപ്പമുള്ള കുട്ടികളൊക്കെ ചിലപ്പം 4000 ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ എത്ര 10 എന്നാണ് ചോദിച്ചത്? 6 10. എത്ര 1 5 1 അത് മാത്രമേ എഴുതി വെക്കും അല്ലേ. 4000 6 10 5 1 എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ സംഖ്യ കിട്ടുമോ? ഇല്ല, തെറ്റാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. കാരണം ഇടയ്ക്ക് ഒരു സ്ഥാനവില വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടി നമ്മൾ ഉൾപ്പെടുത്തുമ്പോഴേ ഈ സംഖ്യ ആവുള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കുക? 4000 ഓൾറെഡി ഇവിടെ ഉണ്ട്. 1 10 100 1000. 4000 ആണ്, അത് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത് 10കളാണ്. അപ്പോൾ നമ്മൾ എണ്ണി നോക്കുക. 1 10 ഇതാണല്ലേ. 6 10 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഏതില്ല? 100
തന്നിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ ഉൾപ്പെടുത്തണം. കാരണം 100 കഴിഞ്ഞിട്ടുള്ള 1000 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ വിട്ടുപോകാൻ പാടില്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത 10കളാണ് ചോദിക്കുന്നത്. അപ്പോൾ 1, 10, 6. 6ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, തൊട്ടപ്പുറമുള്ള സംഖ്യ കൂടി ഉൾപ്പെടുത്തുക. ഇത് ഉൾപ്പെടുത്തണ്ട. എന്താ കാരണം, ഇതിവിടെ പറഞ്ഞതിനെ കൊണ്ട് ഇത് ഉൾപ്പെടുത്തണ്ട. ഇത് പറയാത്ത ഇത് മാത്രം, ആ 10ഉം അതിന് ശേഷമുള്ള അക്കം മാത്രം ഉൾപ്പെടുത്തുക. അപ്പോൾ എത്രയാവും? 26 അല്ലേ? അപ്പോൾ 26, 10 എന്ന് ഒരുമിച്ച് എഴുതുക. എന്തുകൊണ്ടാണ് 4 കൂടി ഉൾപ്പെടുത്താൻ ഞാൻ മനസ്സിലായോ? 426, 10 എന്ന് എഴുതാത്തതിൻ്റെ കാരണം എന്താ? ഇവിടെ 1000 ഇവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് 1000ത്തിന് ഉൾപ്പെടുത്തണ്ട. തരാത്ത 100 കൂടി 10ൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. അപ്പോൾ 26 10കൾ. അപ്പോൾ ഇവിടെ 10 100 ഒരുമിച്ചായി കഴിഞ്ഞു. അപ്പം 1000 100 10. ഇനി ബാക്കി ഒന്നുകൾ എത്ര എന്നാണ്? ഓക്കെ, 5 ഒന്നുകൾ അല്ലേ? ഇപ്പം എല്ലാ സംഖ്യകളും ഉൾപ്പെട്ടു, എല്ലാ സ്ഥാനത്ത് വരുന്ന അക്കങ്ങളും ഉൾപ്പെട്ടു. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്കാം. 4000 4000. 26 10 26 10, 6 10കൾ എന്ന് പറഞ്ഞാൽ 60. 20 10 എന്ന് പറഞ്ഞാൽ 200 അല്ലേ? അപ്പോൾ 26 10 എന്ന് പറയുമ്പോൾ 200ഉം 6ഉം അല്ലേ? 60ഉം 260. അപ്പോൾ 26 10 എന്ന് പറഞ്ഞാൽ 260. അപ്പോൾ 4000ഉം 26 10 എന്ന് പറയുമ്പോൾ 260. അപ്പോൾ 4260. ഇനി 5 ഒന്നുകൾ ബാക്കി. അപ്പോൾ 260ഉം 5 265. അപ്പോൾ 4265. ആ സംഖ്യ തന്നെ കിട്ടി. കണ്ടല്ലോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വ്യാഖ്യാനം നടത്താം. ഇനി ഒരു രീതി കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ നോക്ക്, ഇവിടെ ഏതാത്ത നോക്ക്, 42 100ഉം -1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ ശ്രദ്ധിക്കുക, എളുപ്പം. ഇവിടെ ഏതാ തരാത്തത്? 1 തന്നിട്ടുണ്ട്, പിന്നെ 100 പറയണം. അതിൻ്റെ ഇടയ്ക്ക് ഏതില്ല? 10 തന്നിട്ടില്ല. പിന്നെ 100 ഉണ്ട്, 100 കഴിഞ്ഞിട്ട് പിന്നെ ഏതില്ല? 1000 ഇല്ല. അപ്പം 10കളും 1000ഉമാണ് തരാത്തത്. അപ്പോൾ അതിന് രണ്ടിനെയും കൂടി നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തണം ശരിയായ സ്ഥാനങ്ങളിൽ. അപ്പോൾ ഈ സംഖ്യ കിട്ടുകയും വേണം. ഇവിടെ തന്നത് ഏതാ? 42 100 തന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. 4265 42 100കളാണെന്ന് നോക്കാം. അപ്പം 100കൾ തന്നിട്ടുണ്ട്. അപ്പോൾ 1 10 100 അല്ലേ? 100 2 അല്ലേ? 100 1000 തന്നിട്ടില്ല, അതുകൊണ്ട് 100ന് ശേഷമുള്ളത് കൂടി നമ്മൾ ഉൾപ്പെടുത്തുക. അത്രയും 100കൾ എന്ന് പറയാം. അപ്പോൾ എത്ര? 42 100കൾ. അതുകൊണ്ടാണ് ഇവിടെ 42 100 എഴുതിയത്, 1000 പറയാത്തത് കൊണ്ട്. അപ്പോൾ അതിനെ കൂടി 100ൽ ഉൾപ്പെടുത്തി. കാരണം 100കളാണ് ചോദിച്ചത്. അപ്പോൾ 100 മുതൽ 1 10 100 വരെ എണ്ണിയിട്ട് 100 മുതൽ അങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ അതിലേക്ക് എടുക്കുക, 100ലേക്ക് എടുക്കുക. അപ്പോൾ 42 100കൾ. 1000 പറയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 1000 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4000 എന്ന് വേറെ എഴുതായിരുന്നു. ഇവിടെ 1000 പറഞ്ഞിട്ടില്ല, നമുക്ക് ഈ സംഖ്യ കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ 100കളാണെങ്കിൽ 100 മുതൽ അതിന് ശേഷം വരുന്ന അക്കങ്ങൾ കൂടി അതിൻ്റെ കൂടെ ചേർത്ത് അത്രയും 100കൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ 1 10 100 2 100കളാണ്. 1000 പറയാത്തത് കൊണ്ട് 2 100കളുടെ അപ്പുറമുള്ള സംഖ്യ കൂടി ചേർക്കുക. 4ഉം 2 42 100കളാക്കുക. 2 100കൾ മാത്രമായി എടുക്കാതെ അതിന് ശേഷം വരുന്ന 1000 കൂടി ഉൾപ്പെടുത്തിയിട്ട് 42 100കളാക്കുക. യെസ്, 100. ഇനി ഏത് നമ്മൾ പനി അടുത്തതോടെ 1 ചോദിക്കുന്നുള്ളൂ. അതിനിടയ്ക്ക് എന്തില്ല? 10 ഇല്ല. അപ്പോൾ നമ്മൾ ഒന്നുകൾ ആദ്യം കണ്ടുപിടിക്കുക. -1 എന്നാണ് ഇനി പറയുന്നുള്ളൂ. അപ്പം 1 എത്ര ഒന്നാണ് ഇവിടെ ഉള്ളത്? 5 1. പക്ഷേ അതിനിടയ്ക്ക് 100 മുതൽ അങ്ങോട്ട് എടുക്കുകയും ചെയ്തു. ഇവിടെ 5 1 നമ്മൾ കണ്ടു. അതിനിടയ്ക്ക് ഇല്ലാത്തത് ഏതാ? ഇനി 10 അല്ലേ? അപ്പോൾ നമ്മൾ 10 ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൂടി 1ൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. 1 ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 1ൻ്റെ കൂടെ തൊട്ടടുത്തുള്ള പറയാത്ത 10 കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ എത്രയാണ്? യെസ്, എത്രയാണ്? 6 5 കൂടി വരുമ്പോൾ 5 ഒന്നുകളുടെ കൂടെ 6 10കൾ കൂടി ചേർക്കുക. 65 ഒന്നുകളാക്കുക. 10 പറയാത്തതിനെ കൊണ്ടാണ്. അപ്പോൾ 6 10കൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ 65 ഒന്നുകൾ. എത്ര ഒന്നുകൾ എന്നല്ല ചോദിച്ചിട്ടുള്ളൂ, 10 പറഞ്ഞിട്ടില്ല. അപ്പോൾ 5 ഒന്നുകളുണ്ട്, കൂടെ പറയാത്ത 10 കൂടി ചേർക്കുക. അപ്പോൾ 65 ഒന്നുകൾ. 65 1. 65 1 ഇനി ശരിയായോ നോക്കുക. ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ 42 100ഉം 65 ഒന്നുകളും ചേരുമ്പോൾ 4265 ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 42 100 എന്ന് പറയുമ്പോൾ എത്രയാണ് സംഖ്യ വരിക? 4200 കിട്ടുക അല്ലേ? 42 100കൾ എന്ന് പറയുമ്പോൾ 4200. അതിൻ്റെ കൂടെ 65 ഒന്നുകളും. 65 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ 650 വരും അല്ലേ? അപ്പോൾ 4200ഉം 65 65 ഒന്നുകൾ എന്ന് പറയുമ്പോൾ 65. 6 10കൾ എന്ന് പറഞ്ഞാൽ 60, 5 ഒന്നുകൾ 65. 65 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ 65 തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഒന്നുകൾ നമ്മൾ എത്രയാണോ പറയുന്നത് അത്രയും സംഖ്യ തന്നെ. 65 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ 65 തന്നെ. അപ്പോൾ 42 100 എന്ന് പറയുമ്പോൾ 4200 പ്ലസ് 65 ഒന്നുകൾ 65. അപ്പോൾ 4200 65ഉം 4265 ഈ സംഖ്യ തന്നെ കിട്ടി. അപ്പോൾ 4265 നമുക്ക് ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ വ്യാഖ്യാനിക്കാം.
കണ്ടല്ലോ, 426 പത്തുകളും 5 ഒന്നുകളും ചേരുന്നു. മറ്റൊന്ന് 4000 2 100 6 10 5 ഒന്നുകൾ. മറ്റൊന്ന് 42 100 6 10 5 1. മറ്റൊന്ന് 4000 പിന്നെ ഒന്നുകൾ പറഞ്ഞിട്ടുള്ളൂ, 10 തന്നിട്ടില്ല. അതുകൊണ്ട് 4000 26 പത്തുകൾ 5 1. മറ്റൊന്ന് 42 നൂറുകളും 65 ഒന്നുകളും. ഈ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഓക്കെ, ഇതേപോലെ നമുക്കിനി അടുത്തൊരു പ്രവർത്തനം കൂടി നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പ്രവർത്തനം തന്നെയാണിത്. 4200 എന്ന സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ വ്യാഖ്യാനിക്കാം? ടെക്സ്റ്റിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. 4200 കിട്ടണം, ആ സംഖ്യ കിട്ടാൻ ഇവിടെ കൊടുത്തത് 4000 ഡാഷ് നൂറുകളും ഡാഷ് 10 ഡാഷ് 1 ഡാഷ് 100 അല്ലേ? ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. 4200 എന്ന് പറയുന്ന സംഖ്യ ആദ്യം നമ്മൾ നോക്കാം. ഈ സംഖ്യ കിട്ടാൻ 4200 എന്ന് പറയുമ്പോൾ 4000ഉം എത്ര നൂറുകളും കൂടി ചേർന്നാൽ 4200 ആവും. അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. 4000 ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാം. 1 10 100 1000 ശരിയാണ്, 4000 ഇവിടെ ഉണ്ട്. ഇനി ബാക്കി എന്താണ്? ഡാഷ് നൂറുകളൊന്നും കൂടിയേ ചോദിക്കുന്നുള്ളൂ, പത്തുകളും ഒന്നുകളും ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നൂറുകൾ കണ്ടെത്തുക. 1 10 100 അല്ലേ? എത്രയാണ്? 2 നൂറുകൾ. 4000 ഇവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് എടുക്കണ്ട, 2 നൂറുകൾ കൂടി ചേർന്നാൽ മതി. കാരണം ഇവിടെ പൂജ്യമാണ്, സംഖ്യകളൊന്നുമില്ല, അതുകൊണ്ട് 200. അപ്പം 4000ഉം 2 നൂറുകളും ചേരുമ്പോൾ 4200 ആകും. ശരിയല്ലേ? സംശയം ഉണ്ടെങ്കിൽ നോക്കാം. 4000 എന്ന് പറഞ്ഞാൽ എത്രയായി? 4000. 4000-നോട് 2 നൂറുകൾ എന്ന് പറഞ്ഞാൽ 200. അപ്പോൾ 4000ഉം 200ഉം കൂട്ടിയാൽ 4200 ശരിയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 4200 കിട്ടാൻ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കാൻ പറഞ്ഞത്? എത്ര പത്തുകൾ ചേർന്നതാണ് 4200 എന്നാണ് ചോദ്യം. വേറെ ഒന്നുമില്ല, അതിൽ 1000ഉം ഇല്ല, 100ഉം ഇല്ല, ഒന്നുകളൊന്നുമില്ല. ഇവിടെ നമ്മൾ നോക്കാം, ഡാഷ് 10 എന്ന് മാത്രമാണ്. ഉത്തരം എഴുതിയാൽ 4200 കിട്ടുകയും വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ വഴിയെടുക്കാം. പത്തുകളല്ലേ ചോദിച്ചത്, അപ്പോൾ നമുക്ക് നോക്കാം. 10ൻ്റെ സ്ഥാനം എടുക്കാം. 1 10, 10ൻ്റെ സ്ഥാനം 0 ആണ് അല്ലേ? ഇവിടെ 10ൻ്റെ സ്ഥാനം 0 ആണെന്നാണ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ 0 10 എന്നാണ് 4200 ആവുമോ? ഇല്ല. കാരണം അതിന് ശേഷം വരുന്ന സ്ഥാനങ്ങളൊന്നും ചോദിക്കാത്തത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ വരെ ഏതാണോ ചോദിച്ചത് അവിടെ മുതൽ മുകളിലേക്കുള്ള ബാക്കിയുള്ള അതിൻ്റെ മുൻപിലുള്ള സംഖ്യകളൊക്കെ ചേർത്തിട്ട് വേണം അത്രയും സംഖ്യ എന്ന് പറയാൻ, ആ സ്ഥാനം പറയാൻ. അപ്പോൾ ഇവിടെ പത്തുകളെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 1 10, ഇവിടെ മുതൽ 10 ഇവിടെയാണ്, ഇവിടെ മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ സംഖ്യ എടുക്കുക. അപ്പോൾ ഇതാണ് സംഖ്യ കിട്ടുക. എത്രയാണ്? 420 അല്ലേ? അപ്പോൾ 420 എന്ത്? പത്തുകൾ. മനസ്സിലായല്ലോ? ഈസിയാണ് അല്ലേ? 1 10, എത്ര 10 അല്ലേ ചോദിച്ചത്? അപ്പോൾ 1 10, 10 മുതൽ അങ്ങോട്ടുള്ള ഒക്കെ എടുക്കുക. 420 പത്തുകൾ. 420 പത്തുകൾ ചേർന്ന് എത്രയാണ്? 4200. അപ്പോൾ ആ സംഖ്യ കിട്ടി, റെഡിയായി. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം നോക്ക്. ഡാഷ് ഒന്നുകൾ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാനാണ് പറയുന്നത്. 4200-ന് എത്ര ഒന്നുകളുണ്ട്? വേറെ ഒരു സ്ഥാനവിലയും പറഞ്ഞിട്ടില്ല. പത്തുകളും നൂറുകളും ആയിരങ്ങളും ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ? 1 എന്ന് പറയുമ്പോൾ 0 ആണ്. 0 1 എന്ന് മാത്രം എഴുതിയാൽ 4200 ആവില്ല, നമുക്കറിയാം. വേറെ സ്ഥാനവിലകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒത്രയും ഒന്നുകൾ ചേരുമ്പോൾ ഈ സംഖ്യ കിട്ടുകയും വേണം. അപ്പോൾ നേരത്തെ വഴി തന്നെ നമുക്ക് ഇവിടെയും പ്രയോഗിക്കാം. ഒന്നുകളല്ലേ ചോദിച്ചത്, അപ്പോൾ 1ൻ്റെ സ്ഥാനം എടുക്കുക. 1 എത്രയാണ്? 0 ഒന്നുകളാണ്. വേറെ മറ്റ് സംഖ്യകളൊന്നും സ്ഥാനങ്ങളൊന്നും പറയാത്തത് കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ സംഖ്യകളും നമ്മൾ കൂട്ടിച്ചേർക്കുക. 1 നമ്മൾ പറഞ്ഞത്. അപ്പോൾ 1 മുതൽ അങ്ങോട്ടുള്ളതൊക്കെ എടുക്കുക. അപ്പോൾ എത്രയാണ്? ഇവിടെ മുതലുള്ള എല്ലാ സംഖ്യയും എടുക്കുക. അപ്പോൾ 4200 തന്നെ. അപ്പോൾ 4200 ഒന്നുകൾ. 4200 ഒന്നുകൾ നേരത്തെ പറഞ്ഞു. ഒന്നുകൾ പറഞ്ഞാൽ എത്രയാണോ, എത്ര ഒന്നുകളുണ്ടോ അത്രയും തന്നെ, അത്രയും സംഖ്യ തന്നെ. അപ്പോൾ 4200 1 എന്ന് പറഞ്ഞാൽ 4200 തന്നെ. അപ്പോൾ സംഖ്യ 4200 ഒന്നുകൾ എന്ന് ഇതിനെ വ്യാഖ്യാനിക്കാം. ഒന്നുകളെ മാത്രമാക്കിയിട്ട് ഈ സംഖ്യയെ വ്യാഖ്യാനിക്കാം. മനസ്സിലായി? 4200 ഒന്നുകൾ. 8500 എന്ന് പറഞ്ഞാൽ എത്ര ഒന്നുകളുണ്ട്? 8500 ഒന്നുകൾ തന്നെ. 2300 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2300 തന്നെ. അപ്പോൾ ഒന്നുകളാണെങ്കിൽ അതേ സംഖ്യ, ഏതാണ് ആ സംഖ്യ മൊത്തം അതേപോലെ തന്നെ എടുക്കുക, അത്രയും ഒന്നുകൾ തന്നെ. അടുത്ത ചോദ്യം നോക്ക്. 4200-നെ നമുക്ക് വെറും നൂറുകൾ മാത്രമാക്കിയിട്ട് വ്യാഖ്യാനിക്കണം. വേറെ ഒന്നുമില്ല, 10 ഇല്ല, 1000 ഇല്ല. എത്ര നൂറുകൾ ചേരുമ്പോൾ 4200 ആവുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഏതാ ചോദിച്ചത്? നൂറുകൾ എന്നാണ് ചോദിച്ചത്. നമ്മൾ എണ്ണി നോക്കുക സ്ഥാനവില. 4200-ലെ നൂറുകൾ എണ്ണ 1 10 100 അല്ലേ? 2ൻ്റെ ഭാഗത്ത് അവിടെയാണ് 100.
വേറെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ അങ്ങ് പൂജ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നൂറുകൾ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള സംഖ്യ എടുക്കുക. എത്രയാണത്? 42 അല്ലേ? അപ്പോൾ 42 100, കാരണം അവസാനം വരെയുള്ള അക്കയിൽ ഉൾപ്പെടുത്തി 100 ഇവിടെ ചോദിച്ചു, 100ന് ശേഷമുള്ള അങ്ങോട്ട് എടുക്കുക. 42 നൂറുകൾ, കാരണം ഇവിടെ 10 100 ഒന്നൊക്കെ പൂജ്യങ്ങളാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 42 100, 42 നൂറുകൾ ചേർന്ന് എത്രയാണ്? 42 നൂറുകൾ കൂടിയാൽ 4200. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സംഖ്യ നമുക്ക് ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. വെറും 10കളും 1കളും മാത്രമാക്കിയിട്ട് വ്യാഖ്യാനിക്കാം, 1000 ഒന്നുകളായിട്ട് വ്യാഖ്യാനിക്കാം, 1000 100കളാക്കിയിട്ട് വ്യാഖ്യാനിക്കാം, 10 1കളും 100കളും ആക്കിയിട്ട് വ്യാഖ്യാനിക്കാം. പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒരു കണക്ക് കൂടി ഇവിടെ ഉണ്ട്, ഒരു ക്രിയ നോക്കാം. എങ്ങനെയാണ് വായിക്കുക? സംഖ്യ ഒന്ന് വായിച്ചാരെങ്കിലും? യെസ്, എങ്ങനെയാണ് സാറ് പറഞ്ഞത്? 1ൻ്റെ സ്ഥാനം മുതൽ ആദ്യം എണ്ണി നോക്കുക അല്ലേ? അപ്പോൾ 1, 10, 100, 1000. എത്ര 1000? 3000. 3000 എന്ന് പറഞ്ഞാൽ നിർത്തരുത്, ഇവിടെയൊക്കെ അക്കങ്ങളുണ്ടെങ്കിൽ 3000. ഇനി 1, 10, 100, 8 നൂറുകൾ. അപ്പോൾ 8 100 എന്ന് പറഞ്ഞ് നിർത്തരുത്, ഇപ്പുറത്തെ അക്കങ്ങളുണ്ട്, അതുകൊണ്ട് 800. അപ്പോൾ 3800. ഇനി 1, 10, എത്ര 10കൾ? 9 10. ഒന്നുകൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് 9 10 90 എന്ന് പറയരുത്, 90. അപ്പോൾ 3897. 3897 ഈ സംഖ്യ. ഇതിന് നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം, ഒക്കെ രീതിയിൽ. ഒന്നാമത്തെ നോക്ക്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3000 -10 71. 3000 ഒറ്റ 10 100 1000. ശരിയാണ്, 3000 അവിടെ ഉണ്ട്. പിന്നെന്താ പറയുന്നത് ഇനി? അതിനിടയ്ക്ക് ഏതാ തരാത്തത്? ഓക്കെ, 100 തന്നിട്ടില്ല അല്ലേ? അപ്പോൾ 100 തന്നിട്ടില്ലെങ്കിൽ പിന്നെ 10 ഇവിടെ പറയുന്നുണ്ട്. 10ൻ്റെ കൂടെ അപ്പോൾ നമ്മൾ ആ 100 ഉൾക്കൊള്ളിക്കണം, എന്നാലും ആ സംഖ്യ പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ നമ്മൾ നോക്കാം, -10 എന്നാണ്. അപ്പോൾ 1 10 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 10 100 തന്നിട്ടില്ല, അപ്പോൾ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എത്രയാണ്? 89 10കൾ നാക്കുക. 100 ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? 8 നൂറുകൾ 9 10കൾ എന്ന് പറയായിരുന്നു. ഇവിടെ 100 തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ 10കളാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 10ൻ്റെ കൂടെ തരാത്ത 100 കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ 89 10കൾ. ഓക്കെ, ഇനി 7 1 ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ശരിയായി. 3897. 89 10 എന്ന് പറഞ്ഞാൽ 890 ആണ് അല്ലേ? നമുക്കറിയാം. പിന്നെ 7 കൂടി ഉണ്ട്, അപ്പോൾ 897. 3897. ഇനി രണ്ടാമത്തെ രീതിയിൽ ഇതിൻ്റെ വ്യാഖ്യാനം നോക്ക്. ഇവിടെ എന്താ പറഞ്ഞത്? -100 9 10 71. ഓക്കെ, ഇതിലേതാ തരാത്തത്? ആയിരങ്ങൾ. വെരി ഗുഡ്. 1000 തന്നിട്ടില്ല, ഒരു കുഴപ്പമില്ല നമുക്ക് അല്ലേ? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ആദ്യം തന്നെ 100 ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണി നോക്കാം. 1 10 100. ഇതാണ് 100. എത്ര 100? 800 അല്ലേ? 800 എന്ന് മാത്രം നമ്മൾ പറയരുത്. ഇവിടെ 1000 തരാത്തത് കൊണ്ട് 1000 തൊട്ടപ്പുറത്താണ്, അതുകൂടി ചേർത്തിട്ട് അത്രയും 100കൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ 100ൻ്റെ അപ്പുറമുള്ള കൂടി ചേർക്കുക. അപ്പോൾ എത്രയാണ്? 38 നൂറുകൾ അല്ലേ? 38 100. ബാക്കിയൊക്കെ തന്നെ വന്നിട്ടുണ്ട്, ശരിയാണ്. 9 10 1 10 9 10കൾ 7 1. ഓക്കെ, അപ്പോൾ 38 നൂറുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 38 100 എന്ന് പറഞ്ഞാൽ 3800 അല്ലേ? അപ്പോൾ 3800. പിന്നെ 9 10 എന്ന് പറഞ്ഞാൽ 90. അപ്പോൾ 3890. 7 കൂടിയുണ്ട്, അപ്പോൾ 3897. അപ്പോൾ ഈ രീതിയിലും വ്യാഖ്യാനിക്കാം. അടുത്ത സംഖ്യ നോക്ക്. -10 71. -10 71. ഇവിടെ ഏതൊക്കെയാണ് തരാത്തത്? 10 1 മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 100 1000 തന്നിട്ടില്ല എന്നർത്ഥം അല്ലേ? ഒരു കുഴപ്പമില്ല. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 10 തന്നിട്ടുള്ളൂ. നമ്മൾ എണ്ണി നോക്കുക. സ്ഥാനവില 1 10. എത്ര 10 ഉണ്ട്? 9 10കളാണ്. 100 1000 തന്നിട്ടില്ല, ഒരു കുഴപ്പമില്ല, അതുകൂടി ഇതിൻ്റെ കൂടെ ചേർക്കുക. കാരണം ഇതിൻ്റെ അപ്പുറമുള്ള സംഖ്യകളാണല്ലോ, അത് പറയാത്തതിനെ കൊണ്ട് അതുകൂടി ചേർത്ത് അത്രയും 10കൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ അവിടെ നിങ്ങോട്ടുള്ള സംഖ്യകളൊക്കെ എടുക്കുക. അപ്പോൾ എത്രയായി? 389 10. 389 10കൾ. പിന്നെ 7 1 അതേപോലെ ഉണ്ട്. 389 10കൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3890 അല്ലേ? അതിൻ്റെ കൂടെ 7 1 കൂടി ചേർക്കുക, 3897. ഇനി അടുത്തത് നോക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 3000 -1കൾ. നമ്മളത് ആദ്യം പഠിച്ച കണക്കിലുണ്ടായിരുന്നു, അതേപോലെ 1000 1കൾ മാത്രം തന്നിട്ടല്ലേ? അപ്പോൾ 3000 7 1കളും. ഇവിടെ 1000 തന്നിട്ടുണ്ട്, 3000. ഇനി എത്ര 1കളുണ്ടെന്നാണ് ചോദിക്കുന്നത്. 3000 ഇവിടെ തന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ 1കൾ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ 1 ഏതാണ്? 7 1കൾ അല്ലേ?
7 ഒന്നുകൾ തന്നിട്ടുണ്ട്, 3000 ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള രണ്ടെണ്ണം തരാത്തത് ഏതൊക്കെയാണ്? 10ൻ്റെയും 100ൻ്റെയും. അത് രണ്ടും തന്നിട്ടില്ലെങ്കിൽ 1000 അവിടെ ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൾ എഴുതുമ്പോൾ തരാത്ത രണ്ടെണ്ണം തൊട്ട് മുമ്പിലുള്ള അതുകൂടി ചേർത്തിട്ട് അത്രയും ഒന്നുകൾ എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് 897 ഒന്നുകൾ. മനസ്സിലായല്ലോ? ഒന്നുകൾ മാത്രം ചോദിച്ചു, 10ഉം 100ഉം തന്നിട്ടില്ല. അപ്പോൾ അതുകൂടി നമ്മൾ ഒന്നിൻ്റെ കൂടെ ചേർത്തിട്ട് വേണം അത്രയും ഒന്നുകൾ എന്ന് പറയാൻ. ക്ലിയർ ആയല്ലോ? ഇവിടെ നമ്മൾ 10കൾ ചോദിച്ചു, 100ഉം 1000ഉം പറയാത്തത് കൊണ്ട് നമ്മൾ 1, 10 ഇവിടെ മുതൽ അങ്ങോട്ടുള്ള സംഖ്യകളൊക്കെ കൂടെ ചേർത്ത് 420 10കൾ നാക്കി. അതേപോലെ ഇവിടെ ഒന്നുകൾ മാത്രമേ തന്നിട്ടുള്ളൂ, 10ഉം 100ഉം തന്നിട്ടില്ല. അതുകൊണ്ട് ഒന്നിൻ്റെ കൂടെ 10ഉം 100ഉം കൂടി ചേർത്തിട്ട് 897 ഒന്നുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ 3000ഉം 897 ഒന്നുകളും ചേർന്നാലും എത്രയാകും? 3897 ആകും. 3000 എന്ന് പറഞ്ഞാൽ 3000, 897 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകളാണ്, അത്രയും ഒന്നുകൾ തന്നെ, 897 ഒന്നുകൾ തന്നെ. അപ്പോൾ 3897. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ അല്ലേ? ഇപ്പോൾ നിങ്ങൾ സംഖ്യാവ്യാഖ്യാനം നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംഖ്യകളെ നമുക്ക് ഈ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചെടുക്കാം. ഒരു സംഖ്യ തന്നെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ആ സംഖ്യ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്രിയകൾ ധാരാളം ഇനിയും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊക്കെ നിങ്ങൾ ഇതേപോലെ നോക്കിയിട്ട് സ്വയമായിട്ട് ചെയ്ത് പഠിക്കുക. സ്വന്തമായിട്ടൊരു 4 അക്ക സംഖ്യ എഴുതിയിട്ട് അതിന് ഇതേപോലെയൊക്കെ പല രീതിയിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുക. ഇപ്പോൾ ചെയ്ത കണക്കുകളിലുള്ള ചോദ്യങ്ങൾ മാത്രം എടുക്കുക, അതേപോലെ മാറ്റിയും മറച്ചും നിങ്ങൾ എഴുതിയുണ്ടാക്കിയ സംഖ്യ നിങ്ങൾ വ്യാഖ്യാനിച്ച് നോക്കുക. അതൊക്കെ വേണമെങ്കിൽ സാറിന് ചെയ്തിട്ട് അയച്ചു തരാൻ നോക്കാം, കേട്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു വർക്ക് കൂടി ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഇതൊക്കെ ടെക്സ്റ്റിലുള്ള കണക്കുകളാണ്. ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ആദ്യം ഇത് പഠിക്കുക. സാറിപ്പോൾ പഠിപ്പിച്ചെന്ന സംഖ്യകൾ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുക എന്നുള്ളതിൻ്റെ രീതികൾ പഠിക്കുക നന്നായിട്ട്. അതിനുശേഷം ആ ടെക്സ്റ്റിൽ ഇതിൻ്റെ താഴെ വരുന്ന ഒരു വർക്ക് കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾ സ്വന്തമായിട്ട് ടെക്സ്റ്റിൽ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.